കണ്ടോ ഫലനല്ലേ കിണ്ടി അമ്പലത്തിൻ്റെ കിണ്ടി. ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണോ? ഹായ് ഹലോ. അപ്പോൾ ഞാനും അലസും കൂടി ഒരുങ്ങി നിൽക്കുന്നത് ചിക്കൻ വാങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോകുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നടന്നാണ് പോകുന്നത്. ഫസ്റ്റ് തുടക്കം തന്നെ ചാണകത്തിൽ നിന്നാണ്. എന്തായാലും ചവിട്ടിയില്ല ചാണകം. അപ്പോൾ ഞാൻ അലസും കൂടി നടന്നാണ് പോകുന്നത്. ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും മാങ്ങയും നമ്മുടെ മഞ്ഞ നിൽക്കുന്ന നമ്മുടെ കണിക്കൊന്നയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത്. അപ്പം അവരുടെ കാലമല്ലേ. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാളിപ്പോയി. അവിടെ കടയെല്ലാം അടച്ചിട്ടേക്കുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടി. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഈ കാര്യം പറയാനായിട്ട് ഫസ്റ്റ് ഓടുന്നതാണ് അവൻ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ഞങ്ങൾ മിനിഞ്ഞാന്നും മേടിച്ചതാണ്, അവിടെ കടയൊക്കെ തുറന്നിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് വന്ന്. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. കട അങ്ങ് പോണം. ഇതാണ് നമ്മളുടെ വയൽ. ഈ വയലും കടന്ന് താണ്ടി വേണം നമ്മൾ പോകാൻ. ഇവിടെ ഫുള്ള് വയലാണ്. വയലിന് മധ്യത്തായിട്ടൊരു അമ്പലമുണ്ട്, അതാണ് ചാവരുകാവ്. എന്തോന്ന് വയലിൽ വെയിലായതുകൊണ്ട്. മഴ പെയ്യുന്നില്ലല്ലോ. മഴ പെയ്തല്ലേ വെള്ളം വരും. എൻ്റെ കുട്ടിക്ക് ഓരോരോ സംശയങ്ങളുണ്ട്. ഒന്നുമേ ഇല്ല. ഇതാണ് തൊട്ടാവാടി. അത് ഇതിനൊന്ന് തൊട്ട് നോക്കിയാണ്, അപ്പോൾ അത് വാടും. തൊട്ട് നോക്ക് നീ. പൂവിലല്ല, ഇലയിൽ തൊട്. ഇലയിൽ തൊട്. ഇതിപ്പോൾ വാടി നിൽക്കുന്നതാ. കണ്ടാ വാടി പോയാണ്ടാ. ഇത് ഈ ഇല നോക്കിയോ, കണ്ടാ വാടുന്നാണ്ടാ. അതുകൊണ്ടാണ് അതിന് തൊട്ടാവാടി എന്ന് പറയുന്നത്. തൊട്ടാലപ്പ വാടും. താണ്ടെ വലിയ ഇലയിൽ തൊട്. താണ്ടെ ഈ ഇലയിൽ തൊട്. കണ്ടാ പോവാ. മതി പാ പോ. മുള്ളുണ്ട് എൻ്റെ അകത്ത്. അതങ്ങനെയാണ്. കൊട്ട വെയില്. മതി വാ വാ. നിന്നെ ആരെങ്കിലും അടിച്ചാൽ നീ കരയില്ലേ? അതുപോലെയാണ്. അതിനാരെങ്കിലും അതിന് തൊടുന്നത് ഇഷ്ടമല്ല. അതെനിക്കറിഞ്ഞൂടാ. എല്ലായിടത്തും ഉണ്ട് അത്. അറിയില്ല. എങ്ങോട്ട് പോണം? ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? യെസ്, ഓക്കെ പോട്ടെ. കുഴിച്ചെന്ന് വീടല്ലേ. ആ ഭരണിയല്ലേ ഇത്, കിണ്ടി അമ്പലത്തിൻ്റെ കിണ്ടി. ഇതുവഴി നമുക്ക് പൈസ ഇടാം. അതുകൊണ്ടാണ് ആ അമ്പലത്തിന് കിണ്ടി അമ്പലം എന്ന് പേര് വന്നത്. എന്തുകൊണ്ടാണ്? കലക്കിണ്ടിയാ? ആണെന്ന് എനിക്കറിയണവാ. എന്തോന്നായി?
വീട്ടിൽ പോയി വെള്ളം കുടിച്ചാൽ മതി. ആ ഗ്യാപ്പിലങ്ങ് ഇറക്കണം. ഹോട്ടലെത്തി. സ്ഥലമെത്തി. എവിടെ? ഏതാണ്? ഇതാണ്. ആ കയറപ്പോ. കട അടച്ചാടാ. ഓ തേഞ്ഞ് ഗൈസ്. ചിക്കൻ കട ഇന്ന് ഇല്ല. മോളുടെ പൂട്ടിയേക്കൊന്ന്. ഓ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതാ അടക്കുന്ന. അവിടെ കടയും പൂട്ടി അവർ പോയി. ഇന്ന് കട തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം ബിച്ചുവിനെ കണ്ടു. അവ അവിടെ നിന്ന് തന്നെ കളിയാക്കുന്നുണ്ട്. ഹലോ ഗേസ് എന്ന് പറഞ്ഞ്. അങ്ങനെ അവനും ചിക്കൻ വാങ്ങാൻ വന്നതായിരുന്നു. അങ്ങനെ അവൻ്റെ കയ്യിൽ ചിക്കൻ വാങ്ങാനായിട്ട് കൊടുത്തു വിട്ടു. അവൻ വേറെ കടയിൽ പോയി മേടിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വെയിലിൽ നിന്ന് ഓടാവേ. അച്ഛൻ ടാറ്റോട് ടാറ്റോട് എവിടെ പോയാ? ആ വാ. ഈ പൂ അറിയാവോ? ഈ പൂ സൂര്യാന്തി പൂവൊന്നുമല്ല. അത് പേരെനിക്ക് പറഞ്ഞൂടാ. അതികഠിനമായ ചൂട് കൊണ്ട് ഉണങ്ങിപ്പോയ പുല്ലുകളാണ് ഈ നിൽക്കുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇത് 10 മണിയാണ്. രാവിലെ 10 മണിക്ക് ഇത് പൂ പിടിക്കുള്ളൂ. എന്താണ് ചേട്ടാ ഇവിടെ ഇരിക്കുന്നേ? തളർന്നു പോയോ ചേട്ടാ? ബാ. അങ്ങനെ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് എന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു അടുത്തൊരു വീട്ടിൽ കയറിയതാണ്. കൊച്ചു വിളിക്കുന്നതാണ് ചേട്ടാ. അവനെന്താ പറഞ്ഞ? ഓ അവിടെ കട അടച്ചേക്കുന്നു. ചേർത്ത് കുളിച്ച ഞാനും കാപ്പി കുടിച്ചു കൊണ്ടിരിക്കുന്ന പപ്പയും സവാള അരിയണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാമ്മയും മിക്സി അരപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയും ഹെൽപ്പ് ചെയ്യാൻ വന്ന ആജൂസും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽപ്പ് ചെയ്ത് അപ്പാമ്മയും മോനുമായിട്ട് അവസാനം അടിയായി. അങ്ങനെ നമ്മുടെ ചിക്കൻ അതാ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അടുപ്പിലാണ്. ഫസ്റ്റ് എന്നിട്ടു എണ്ണ, നല്ല വെളിച്ചെണ്ണ, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉലുവ. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം എന്തൊരു പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, എന്നിട്ട് ഒണിയൻ അതിൻ്റെ അകത്തോട്ടിട്ട് നല്ല കള്ളി വഴണ്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് വേവാനായിട്ട് കുറച്ച് ഉപ്പും കൂടി അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആര് വന്നു? ഞാൻ വന്നിട്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, വീണ്ടും കച്ച പെരുംജീരകം ഇട്ടു, വീണ്ടും കച്ച. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കനിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം അമ്മാമ്മ ഒരു കുഴപ്പമുണ്ട്, നോക്കിക്കോ. അതെല്ലാം മഞ്ഞൾപ്പൊടിയൊക്കെ പറന്നുപോയി. നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചിക്കൻ അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം വീണ്ടും പാത്രത്തിലേക്ക് നമ്മൾ തക്കാളി തട്ടുകയാണ്.
തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീയൊക്കെ നല്ലോണം അങ്ങോട്ട് ഊത്തിക്ക് അങ്ങോട്ട് വെച്ച് അമ്മ അങ്ങോട്ട് ആയുധം എടുത്തിട്ട് ഇളക്കായിരുന്നു. അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ചിക്കൻ മസാല അതെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. നമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ അരപ്പ് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് വീണ്ടും മിക്സ് ചെയ്ത് എല്ലാം കൂടി ഇട്ടൊരു മിക്സ് കുറച്ചോറ എല്ലാം കൂടെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ഇളക്കണം. ചിലര് ചിക്കൻ കറിയിൽ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം ഒഴിച്ചാൽ അത്ര കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവിടെ കിടന്നു തോന്നും. സൂപ്പർ ചിക്കൻ കറി. അപ്പോൾ അമ്മ ചിക്കൻ കറി ഉരുളിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പം പിന്നെ ചട്ടി നമ്മൾ കഴിക്കണമല്ലോ, അതിന് വേണ്ടി കുറച്ച് ചോറും കിഴങ്ങും ഇട്ട് ഞാനും അരസൂടി കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉരുളി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടുകൊണ്ട് അമ്മയും അപ്പാമ്മയും കൂടെ ചിരിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ടുകൾ.